ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇട്ടേക്കുന്നത് കാണാം, മരപ്പെട്ടി വലത്തൂക്കി എടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് കുറ്റകരമാണ്. പ്രത്യേകിച്ച് പാമ്പിനെയൊന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ഒരു മൂർഖനെ ചാടി കയറി പിടിച്ചതാണ്. പിന്നെ അതിനുശേഷം ഇപ്പം പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ല. കടിക്കും. സ്വന്തമായി പ്ലേഗും പേയും ഉണ്ടാക്കുന്ന ജീവിയാണ് മരപ്പെട്ടി. ഇത്രയും സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന. പേരെങ്ങനെയാണ്? റോഷ്നി. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞേ? സ്ഥലം തിരുവനന്തപുരമാണ്. പരുത്തിപ്പള്ളി എന്ന് പറയും. കുറ്റിച്ചൽ, കാട്ടാക്കടയ്ക്ക് അടുത്ത് കുറ്റിച്ചൽ, പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ്. എത്ര വർഷമായി ഈ സർവീസിൽ കയറിയിട്ട്? 6 വർഷം. 6 വർഷമായി. ഞാൻ പ്രധാനമായിട്ടൊരു ചോദ്യം, അതായത് എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം, സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്, ആണായാലും പെണ്ണായാലും എല്ലാം. പക്ഷെ ഇങ്ങനൊരു ജോലിയിൽ കിട്ടിയപ്പോഴത്തേക്കും വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതിയ ജോലിയായിരുന്നു. ഞാൻ 17 വർഷമായിട്ട് തിരുവനന്തപുരം ദൂരദർശനിലും ആകാശവാണിയിലും ന്യൂസ് റീഡറായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഇതുപോലെ ഒരു മീഡിയയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ഞാൻ കാട്ടിലേക്ക് ഇറങ്ങിയതാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു ജോലി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, സർക്കാർ ജോലി വേണം എന്നുണ്ടായിരുന്നുള്ളൂ. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, പക്ഷെ നമുക്ക് അവിടെ പെർമനന്റ് അല്ല. അപ്പോൾ അവിടുന്ന് ജോലി കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് വനിതകളെ എടുക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പേടി, സാധാരണ ആൾക്കാർ ജോലി കിട്ടി ഓക്കെയാണ്, പക്ഷെ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫോഴ്സ്ഫുള്ളി സർക്കാർ പറയുകയാണോ നീ അത് പിടിക്കെന്ന് പറഞ്ഞ് ജയിച്ചാണോ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പാമ്പിനെയൊന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഈ കുറച്ച് പാമ്പിന്റെ കുറെ കേസസ് ഒക്കെ വന്നപ്പോൾ പിന്നെ റെസ്ക്യൂസ് തന്നെ ഒത്തിരി ബൈറ്റ് ഉണ്ടായി മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴാണ് ലൈസൻസ് ഏർപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ ലൈസൻസ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ച് ഏണി പോയത്. അന്നങ്ങനെ തോന്നിയില്ല, അതുകൊണ്ടാണ് പോയത് ലൈസൻസിന് വേണ്ടിയിട്ട്. പാമ്പിന് മുമ്പ് കണ്ടു പരിചയമോ തൊട്ട് പരിചയമോ ഒന്നുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ഒരു മൂർഖനെ ചാടി കയറി പിടിച്ചതാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏതൊക്കെ ആനിമൽസിനെ, ഇപ്പൊ വൈൽഡിൽ ഏതൊക്കെ ആനിമൽസിനെ പിടിച്ചിട്ടുണ്ട്? ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധം എല്ലാം വൈൽഡ് ആനിമൽസ്. ആനയെ ഓടിക്കാൻ പോകാറുണ്ട്, ആനയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ പിടിച്ചിട്ടുണ്ട്, മീൻസ് ഈ അമ്മ മരിച്ചു പോയിട്ട് കുഞ്ഞിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകാറുണ്ട്. പിന്നെ മരപ്പെട്ടി, മയില്, മൂങ്ങ, മുള്ളംപന്നിയൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്യും. മുള്ളംപന്നിയൊക്കെ ഒരു 7 മുള്ളംപന്നിയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആക്രമണം അങ്ങനെ പേടിയില്ല? അങ്ങനെ തോന്നാറില്ല. ശരിക്കും നമ്മൾ അതിനെ രക്ഷിക്കാൻ പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ മനസ്സിലാവൂല, 100% മനസ്സിലാവില്ല. പ്രത്യേകിച്ച് അതൊരു പെറ്റ് ആനിമൽ അല്ല, വൈൽഡ് ആനിമലാണ്. അതിന്റെ ഒരു വൈൽഡ് നേച്ചർ എന്തായാലും അത് കാണിക്കും, എപ്പോഴായാലും പുറത്ത് കാണിക്കും. പക്ഷെ നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് നമ്മുടെ 100% നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റാം എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി, പ്രത്യേകിച്ച് എനിക്കത് ഒരു ഇഷ്ടമാണ്. നമുക്കൊരു